നമസ്കാരം. ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം പൈതൃക സമ്പത്തായിട്ട് സംരക്ഷിച്ചു വരുന്ന ഒരു ക്ഷേത്രമാണ്. ഇവിടെ അഞ്ചു മൂർത്തികൾ പ്രദാനം ചെയ്തു വരുന്നു. ആനന്ദ മഹാഗണപതിയായിട്ട് ഗണപതി സങ്കല്പത്തിലും സാമ്പ ശിവനായിട്ട് കുടുംബസമേതം ഇരിക്കുന്ന ശിവനും, അതുപോലെ തന്നെ നമുക്കിവിടെ ദേവി ത്രിപുരസുന്ദരി ഭാവത്തിലും മഹാവിഷ്ണു പൂർണ്ണ അവതാരം ദേവികയായ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്ന മഹാസങ്കല്പത്തിലിരിക്കുന്ന ഇവിടെ തന്നെ ശാസ്താവ് ധന്വന്തര മൂർത്തിയായിട്ട് സൂര്യസ്ഥാനത്തിരിക്കുന്ന അമൃതകലശത്തിൽ പത്മാസനത്തിൽ ധ്യാനത്തിലിരിക്കുന്ന ശാസ്താവ്. അങ്ങനെയുള്ള അഞ്ചു മൂർത്തികൾ, ഗാണവത്യം, ശൈവം, ശാക്തേയം, വൈഷ്ണവം, സൗരം എന്ന് പറയുന്ന അഞ്ച് സമ്പ്രദായങ്ങളും തുല്യമായിരിക്കുന്ന ഒരു മഹാക്ഷേത്രമാണ്. 1250 കൊല്ലം പഴക്കമുള്ള ഈ ക്ഷേത്രത്തെ ഇന്നും പൈതൃകം പോലെ സംരക്ഷിച്ചു വരുന്നു. ഇവിടെ യജുർവേദ വിദ്യാർത്ഥികൾ 26 പേര് വേദങ്ങൾ പഠിച്ച് ഉപനയന സംസ്കാരത്തോടുകൂടി അവരുടെ കുടുംബജീവിതവും ലൗകിക ജീവിതത്തിലേക്കും അതേപോലെ തന്നെ ആധ്യാത്മിക പ്രവർത്തനങ്ങളിലേക്കും മുന്നോട്ട് വരുന്നു. അതുപോലെ ഇവിടെ നിളാ നദിയാണ്, അതായത് പൊള്ളാച്ചിയിലെ ആനമലയിൽ നിന്ന് വരുന്ന പുഴ ഇവിടെ എത്തുന്ന സമയത്ത് വടക്കോട്ട് തിരിഞ്ഞ് ഈ ക്ഷേത്രത്തെ ശരിക്കും പറഞ്ഞാൽ ഈ നിളയുടെ തീരത്തുള്ള ആത്മീയ കേന്ദ്രമായിട്ട് ഇതിനെ പ്രദാനം ചെയ്യുന്നു. ദിവസേന ഗംഗാരതി ചെയ്യുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 6:30 മണിക്ക് ഗംഗാരതി നടക്കുന്ന സ്ഥലം. അതേപോലെ ഗോശാല, നമുക്ക് എവിടെയും കാണാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ് ഗോശാല. ഇവിടെ അഞ്ചുമൂർത്തി അമ്പലത്തിലാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. പണ്ടുള്ള അതേ പ്രാചീന കാലത്തിലുള്ള കാണിക്കുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് തൊഴുത്തും കാര്യങ്ങളും, പശുക്കളും, നാടൻ പശുക്കൾ, ഇതൊക്കെ അപൂർവമായ കാര്യങ്ങളാണ്. എല്ലാവരും വന്ന് അമ്പലത്തിൽ വന്ന് 5 ഭഗവാന്മാരും ഒരു ദേവിയുണ്ട്, അതിനെല്ലാം തൊഴുതി നമ്മുടെ അവിടെ നിളാ നദിയുടെ ഭാരതപ്പുഴയുടെ ഒരു കൈ തന്നെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ബലിതർപ്പണം ചെയ്യുന്ന ഭാഗമാണ്. അപ്പം എല്ലാവരും വരണം, വന്ന് അനുഗ്രഹം വാങ്ങണമെന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഡോക്ടർ പാലക്കാട്ടുകാരിയാ ശാരദാമേനോ. ഇവര് പഠിച്ചിട്ട് പണ്ട് ചങ്ങലയ്ക്ക് മാനസികാരോഗ്യമുള്ള ആൾക്കാരെ ചങ്ങലയ്ക്ക് കിട്ടില്ലേ, ഭ്രാന്തന്മാരെ എന്ന് പറഞ്ഞിട്ട് അവരെ ചങ്ങല ഊരി അവരെ മാനസികമായി വൈകാരികമായി